നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കുന്ന PM ശ്രീ പദ്ധതിയെയും ബഡ്ജറ്റിലെ ജനവിരുദ്ധ നയങ്ങളെയും CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയുമായ K. രാജൻ MLA വിശദീകരിച്ചു. തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ നെല്ലങ്കര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തൃശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. തൃശൂർ ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂൾ മെറിറ്റ് ഡേ തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് ഒപ്പം 2026 അസിസ്റ്റന്റ് ജില്ലാ കളക്ടർ പ്രീതി R ഉദ്ഘാടനം ചെയ്തു. ആയിരം സാംസ്കാരിക വേദി വായനാ ദിനത്തിൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ ആര്യമ്പാടം മോഡൽ സായൻ പ്രഭ ഹോം അംഗങ്ങൾക്കായി പുസ്തകങ്ങൾ നൽകി. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കുന്ന PM ശ്രീ പദ്ധതിയെയും ബജറ്റിലെ ജനവിരുദ്ധ നയങ്ങളും CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയുമായ K. രാജൻ MLA വിശദീകരിക്കുന്നു. ഗവൺമെന്റിന്റെ 40% ചെലവഴിച്ചു അല്ലെങ്കിൽ ആ മോദി വന്നു എന്ന് ബോധ്യപ്പെടാതെ 60% പണം കേന്ദ്രം തരില്ല ഈ പദ്ധതിക്ക് വേണ്ടി. അങ്ങനെ പണം ഇട്ടാൽ തന്നെ നമ്മുടെ പങ്ക് ചെലവഴിക്കാതെ ഉപയോഗിക്കാനും പറ്റില്ല. ആക്ഷൻ ഗ്രാന്റിന്റെ പ്രത്യേകത അതാണ്. കേന്ദ്രം തരുന്ന ഒരു പണമാണെങ്കിൽ നേരിട്ട് അവർ തരുന്നില്ല. ഒരു യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് ഒരു അഗ്രിമെന്റ് നടത്തുമ്പോൾ അഗ്രിമെന്റിന്റെ രണ്ടാം കക്ഷി നടത്തേണ്ട പ്രവർത്തനങ്ങൾ നടത്താതെ കേന്ദ്ര ഗവൺമെന്റ് എങ്ങനെ പണം തരില്ല? എത്ര ശുദ്ധമായിട്ടുള്ള കളവാണ് ഈ കാര്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. PM ശ്രീ പദ്ധതിക്ക് ഇപ്പോൾ വന്നതുകൊണ്ട് എന്താണ് മെച്ചം ഉണ്ടാകാൻ പോകുന്നത്? 2022 മുതൽ 2027 വരെയാണ് ഈ പദ്ധതിയുടെ നിലനിൽപ്പ്. അങ്ങനെ പറഞ്ഞാൽ ഈ സാമ്പത്തിക വർഷം കൂടി 12,600 സ്കൂളുകൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ആകെയുള്ള കേരളത്തിൽ 265 സ്കൂളുകൾ മാത്രമാണ് ഈ പദ്ധതി ലഭ്യമായാൽ തന്നെ അതിൽ കിട്ടുക. അങ്ങനെ ലഭ്യമായാലോ ഇപ്പോൾ നമ്മൾ ഈ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനയിൽ വീട് പണിയുന്നതുപോലെ അവർ കൊടുക്കുന്ന എല്ലാ ചിത്ര ഭംഗികളോടും കൂടിയിട്ടുള്ള കവറുണ്ടാക്കി NEP-യുടെ ഷോക്കേസായി PM ശ്രീ സ്കൂളുകൾ മാറ്റണം എന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത ബോധ്യപ്പെടുക. എത്ര കാശാണ് അത് കിട്ടുക? 1,10,00,000. 1,10,00,000-ൽ 60% കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞാൽ 40% നമ്മളാണ്. 65 ലക്ഷമാണ് ആളുകൾ കിട്ടുക. 65 ലക്ഷം ഇനി ഒപ്പിട്ടാൽ കിട്ടുമോ? കിട്ടില്ല. ഇനി ഒപ്പിട്ടാൽ കിട്ടുക ആ 65 ലക്ഷത്തിന്റെ 5ാമത്തെ വർഷത്തിന്റെ ഗഡു മാത്രമാണ്. ഒരു 14 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപ ഏറ്റവും കൂടിയാൽ ഇനി ഈ വർഷത്തിൽ ഒപ്പിട്ടാൽ തന്നെ കിട്ടും. അപ്പൊ പറയുന്ന മറ്റൊരു കാര്യം, PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടില്ലെങ്കിൽ സർവശിക്ഷ കേരളയുടെ പണം തരില്ല എന്നുള്ളത്. അതിനെതിരെ ആരംഭിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഒരു യുദ്ധമാണ്. കേരളത്തിൽ ഞങ്ങൾ ഭരണപക്ഷത്തും ഇപ്പോഴുള്ള പക്ഷം പ്രതിപക്ഷത്തുമായിരിക്കുമ്പോൾ പറഞ്ഞതൊക്കെ ഓർക്കണം എന്ന് പറയുന്നില്ല. ഇപ്പൊ പറഞ്ഞവരൊക്കെ തിരുത്തി പറയാം. ഒരു മന്ത്രി തന്നെ പറഞ്ഞു, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞതൊക്കെ ഭരണപക്ഷത്തിരിക്കുമ്പോൾ ചോദിക്കുന്നത് മര്യാദകേടാണെന്നൊരു പത്രമാധ്യമ സുഹൃത്തുക്കൾ പറഞ്ഞു. ഞങ്ങൾ മര്യാദയുള്ളവരാണ്. നേരത്തെ തെറ്റായ ഒരു നടപടി എടുത്തപ്പോൾ ആ നടപടി തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച് ആ നടപടിയിൽ ഒപ്പിട്ട് 8 മാസം വരെ ഈ പദ്ധതി നടപ്പിലാക്കാതെ കേരളത്തിന് മുന്നോട്ട് പോകാമെങ്കിൽ പിന്നെ ഈ വരുന്ന 6 മാസമോ 7 മാസമോ ബാക്കിയുള്ള അധ്യയന വർഷം കൂടി ഈ പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ സാധാരണ സ്കൂൾ കുട്ടികളൊക്കെ മാഷന്മാരൊക്കെ പറയുന്ന പോലെ പേര് വെക്കുമ്പോൾ ഫെഡറൽ സ്റ്റേറ്റിൽ കേരളത്തിന്റെ പേരൊന്ന് വെട്ടിക്കളയുക. ഇനി കേരളത്തിൽ തരണ്ട ഒന്നും തരില്ല എന്ന് പറയും. പറഞ്ഞാൽ നമ്മളിങ്ങനെ പോരടിക്കട്ടെ. ഇപ്പോൾ നമ്മൾ ധവളപത്രത്തിലൂടെ 5 ലക്ഷം കോടി രൂപ പറഞ്ഞത് ആരെങ്കിലും ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ആ 5 ലക്ഷം കോടിയിൽ 1,23,00,000 രൂപ കേരളത്തിന്റെ ട്രഷറികളിലുള്ള സാധാരണക്കാരുടെ നിക്ഷേപമാണ്. എക്കോണമിക്സിന്റെ കണക്കനുസരിച്ച് ഒരു നിക്ഷേപം ട്രഷറിയിൽ വന്നാൽ അതൊരു ലൈബിലിറ്റിയാണ്. എപ്പോഴെങ്കിലും തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നുള്ളത് ലൈബിലിറ്റിയാണ്. അക്കൗണ്ടൻസി കണക്ക് പൊതുകാര്യക്കാരുടെ സ്ഥിതിയിൽ ഉണ്ടാകില്ല. 1,23,00,000 രൂപ കേരളത്തിന്റെ ട്രഷറിയിൽ പോസ്റ്റ് ഓഫീസ് കൂടി അങ്ങനെ തുടങ്ങുന്ന ചെറുതും വലുതുമായിട്ടുള്ള നിക്ഷേപങ്ങളിലൂടെ കേരളത്തിൽ ഇരിക്കുന്നതിന് കേരളത്തിന്റെ ലൈബിലിറ്റി ആയി കണ്ട അങ്ങനെയാണ് അക്കൗണ്ടൻസി. അങ്ങനെയാണ് പിന്നെ പണം അടച്ചാൽ അത് ലൈബിലിറ്റി കൊടുത്താൽ അസറ്റ്. അങ്ങനെ പൊതു ധനകാര്യ സംവിധാനത്തെ കാണാൻ പറ്റില്ല.
ഇതിനെതിരായി കേരളം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ മുമ്പിൽ കൊടുത്ത കേസുകളിൽ ഒന്ന് ഇത് കേരളത്തിലെ കടമായി കണക്കുകൂട്ടരുത് എന്ന കേരളത്തിന്റെ ആവശ്യമാണ്. യഥാർത്ഥത്തിൽ സ്വകാര്യവൽക്കരണ നയങ്ങൾക്ക് ഓശാന പാടുക എന്ന ലക്ഷ്യം കൂടി വെച്ചുകൊണ്ട് അവതരിപ്പിച്ച ധവളപത്രത്തിലൂടെ അതും വളരെ ഭീകരമായി മറികടന്ന് ഭരണഘടനാ ബെഞ്ചിന്റെ മുമ്പിലിരിക്കുന്ന ഒരു കേസിനെ ദുർബലപ്പെടുത്താനുള്ള സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇന്നലെ അവതരിപ്പിച്ച ബഡ്ജറ്റ് ഞങ്ങളൊക്കെ പ്രാഥമിക പ്രതികരണം നടത്തിയതുകൊണ്ട് ആ ബഡ്ജറ്റിനെ കുറിച്ച് ഇനി ദീർഘമായി പറയുക. പക്ഷെ വളരെ ഗൗരവമായി കേരളം കാണേണ്ട ഒരു കാര്യം ഭൂപരിഷ്കരണ നിയമത്തിന്റെ 2.0 നടപ്പിലാക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു എന്ന് ആത്മശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിക്കുന്നു. ഇതിൽ പറയുന്ന വാക്ക് തന്നെയായി ഭൂമി പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയ വേഗത്തിലാണ്. വലിയ പദ്ധതികൾക്കായി ലാൻഡ് പൂളിംഗ് ഫ്രെയിംവർക്ക് അവതരിപ്പിക്കും. യഥാർത്ഥത്തിൽ ഭൂപരിഷ്കരണ നിയമം 50 വർഷം പിന്നിട്ടത് കൊണ്ട് അത് ഒരു വിശുദ്ധ പശുവാണെന്നോ ആർക്കെങ്കിലും വിചാരണയ്ക്ക് വിധേയമാകാൻ പാടില്ലാത്തതാണെന്നോ പുതിയ കാലത്തിനനുസരിച്ച പുനർവായനയ്ക്ക് വിധേയമാക്കേണ്ടതില്ല എന്ന അഭിപ്രായം ഞാൻ പറയുന്നില്ല, ഒരാളോട് പറയുന്നില്ല. നമുക്ക് വേണ്ടി വരും ചില കാര്യങ്ങൾ. എന്നാൽ ഭൂപരിഷ്കരണ നിയമത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്തായിരുന്നു? അവിടെ തോട്ടത്തിൽ കൊടുത്ത എക്സംഷൻ എങ്ങനെയാണ് ഉണ്ടായത്? 81 ആണ് എക്സംഷൻ കൊടുക്കുന്നത്. അതായത് അന്നത്തെ കാലത്ത് 15 സ്റ്റാൻഡേർഡ് ആക്ടിൽ കൂടുതൽ ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമി ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഭാഗമായി ഏറ്റെടുത്ത് സാധാരണക്കാരായ മനുഷ്യർ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നതിൽ നിന്ന് 81-ാം വകുപ്പ് പ്രകാരം ഇളവ് കൊടുക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അത് തോട്ടങ്ങൾ മാത്രമല്ല, വളരെ വ്യാപകമായിട്ടുണ്ട്. സർക്കാരിന്റെ ഭൂമി, സഹകരണ സ്ഥാപനങ്ങളുടെ ഭൂമി, ഫാക്ടറികൾ, ഹൗസ് സൈറ്റ്, ആരാധനാലയങ്ങൾ, വാണിജ്യ സ്ഥലങ്ങൾ, ഓരോ കാരണങ്ങൾക്കും ഓരോന്നായി കൊടുക്കുന്നു. അതിൽ 81 പ്രകാരമാണ്. A2 ഇങ്ങനെ ആരംഭിച്ചാൽ A മുതൽ P വരെ 81ന്റെ എക്സംഷനുകളാണ്. അതിൽ 81 പ്രകാരം നമ്മൾ ഇളവ് കൊടുക്കുന്നതാണ് തോട്ടങ്ങൾ. യഥാർത്ഥത്തിൽ ആ തോട്ടങ്ങളുടെ ഭൂമി ഏറ്റവും പ്രധാനപ്പെട്ട നാണ്യവിളകൾ ഉത്പാദിപ്പിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് അന്ന് ആ ഭൂമി ആരാണോ ഉടമസ്ഥൻ അവൻ ഉപയോഗിക്കാനുള്ള അവസരം നിയമപ്രധാനം കൊടുത്തത്. അല്ലാതെ അന്ന് ഈ തോട്ടഭൂമിക്ക് പകരം 50 ഏക്കർ നെൽപ്പാടമായിരുന്നെങ്കിൽ സർക്കാർ ഏറ്റെടുക്കില്ല, സാധാരണ പറമ്പാണെങ്കിൽ സർക്കാർ ഏറ്റെടുക്കില്ല. ഇത് പ്ലാന്റേഷൻ നാണ്യവിളകൾ കേരളത്തിന് കേന്ദ്ര പണവും വിദേശ നാണ്യവും നേടിത്തരുന്ന ഒരു ഇനമായതുകൊണ്ട് തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അന്ന് നാം പ്ലാന്റേഷനുകൾ കൊടുത്തു. ആ പ്ലാന്റേഷനുകളിലേക്ക് കയറാൻ പോകണം. ആ പ്ലാന്റേഷനുകളിലേക്ക് കയറുന്നത് വൈവിധ്യവൽക്കരണത്തിനല്ല, പ്രത്യേക ശ്രദ്ധിക്കണം. കൃഷി ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണമല്ല, വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി സാധാരണ നിലയിൽ ഒരു തോട്ടം മുറിച്ചു കൊടുത്താൽ 50 ഏക്കറുള്ള ഒരു തോട്ടത്തിന് എക്സംഷൻ കിട്ടിയത് 5 ഏക്കർ മുറിച്ച് ഒരാൾക്ക് കൊടുത്താൽ ആ മുറിക്കപ്പെട്ട 5 ഏക്കർ ഭൂമി അയാളുടെ ആർജിത സ്വത്തിന്റെ ഭാഗമായി മാറുന്നതാണ് നിയമം. അതായത് 15 ഏക്കർ എനിക്ക് സൂക്ഷിച്ചില്ല, 50 ഏക്കർ എനിക്ക് എക്സംഷൻ കിട്ടിയത് പ്ലാന്റേഷൻ ആയതുകൊണ്ടാണ് ആ പ്ലാന്റേഷനെ 5 ഏക്കർ വക മാറ്റിയോ തരം മാറ്റിയോ തോട്ടം മാറ്റിയോ ഒരാൾക്ക് കൊടുക്കാം. അതല്ലാതെ മറ്റൊരാവശ്യത്തിന് കൊടുത്താൽ എൻ്റെ കയ്യിലുള്ള ഭൂമിയുടെ അളവ് 20 ഏക്കറയാകും. ആ ബാക്കി 5 ഏക്കർ താലൂക്ക് ലാൻഡ് ബോർഡുകൾ വഴി അത് ഗവൺമെന്റിന്റെ സ്വന്തമാവും. പിന്നെ ഗവൺമെന്റ് ഇത് കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി തോട്ടഭൂമി മുറിച്ചു വിറ്റ് നിയമപരമായി സ്ഥിരീകരിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ആ ഭൂമി സ്ഥിരീകരിക്കാൻ വേണ്ടി കൊടുക്കുന്ന വലിയ കച്ചവടത്തിന്റെ വഴിയൊരുക്കലാണ് എന്ന് വളരെ ഗൗരവമായി നാം കാണേണ്ടതുണ്ട്. ഞാൻ വിശദാംശങ്ങളൊന്നും പറയുന്നില്ല. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഭൂമി അർഹതപ്പെട്ട ഇനിയും നമ്മളൊരു 4.5 ലക്ഷം ഭൂമി കൊടുത്ത കാലത്ത് മന്ത്രിയായിരിക്കാൻ അവസരം കിട്ടിയതാണ്. പല നിയമങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. സാധാരണ മനുഷ്യന് ഭൂമി കൊടുക്കാൻ ഇനിയും നാട്ടിലെ കുടിയേറ്റക്കാരനോ ഭൂരഹിതരായ മനുഷ്യനോ ഭൂമി കൊടുക്കാൻ ഏത് നിയമനിർമ്മാണത്തെയും മനസ്സ് തുറന്ന് പിന്തുണയ്ക്കും. ഒരു പ്രയാസം ഉണ്ടാകില്ല. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് എന്ന പ്രശ്നം ഉണ്ടാകില്ല. റവന്യൂ വകുപ്പിനും ഗവൺമെന്റിനും സമ്പൂർണ്ണമായ പിന്തുണയായിരിക്കും. പക്ഷെ കയ്യേറ്റക്കാർക്കും അനധികൃതമായ ഭൂമി കച്ചവടം നടത്തുന്നവർക്കും ഈ കേരളത്തിലെ പുതിയ വസ്ത്രങ്ങളിലൂടെ റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന് തീരുമാനിച്ചവർക്കും ഇങ്ങനെ ഭൂമി വിൽപ്പനയ്ക്ക് വയ്ക്കാവുന്ന ഒന്നായി നമ്മൾ മാറരുത്. ഞാൻ ചുരുങ്ങിയ വാക്കി അവസാനിപ്പിക്കുകയാണ്. എന്ന് കാണേണ്ടി വരും. അതിനെ വളരെ ഗൗരവമായി ആളുകൾക്ക് കാണേണ്ടി വരും. കാരണം തരം മാറ്റും തോട്ടങ്ങൾ എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തുക. കേരളത്തിൽ പുതിയ സ്വകാര്യ നിക്ഷേപം വരുന്നതിന് നമ്മൾ എതിരാണോ, വ്യവസായം വരുന്നതിനെതിരാണോ? പക്ഷെ കേരളത്തിന്റെ നിലനിൽക്കുന്ന ഒരു സിസ്റ്റത്തെ മാറ്റുമ്പോൾ ആഴത്തിലുള്ള പഠനങ്ങൾക്കും അതുണ്ടാക്കുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങൾക്കും
എന്തായിരിക്കണം എന്ന് പഠിക്കാൻ തയ്യാറാകാതെ ഒരു അന്വേഷണം പോലും വെക്കാതെ നേരെ പ്രഖ്യാപിക്കുക. ഏതെങ്കിലും വിധത്തിൽ നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞതിന് ഒരു ജുഡീഷ്യൽ ബോഡി വയ്ക്കാൻ പോകുന്നു. ഇപ്പൊ അതല്ല, നേരെ ഞങ്ങളത് തരമാറ്റം പോവുകയാണെന്നുള്ള പ്രഖ്യാപനം നടത്തുക. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൽ കഴിഞ്ഞ 3 ഡോക്യുമെന്റുകൾ ഇത് പ്രദർശിപ്പിക്കാം. ഒന്ന്, കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഗവർണർ അവതരിപ്പിച്ച നയപ്രഖ്യാപന പ്രസംഗം, അതിൻ്റെ സൂചനകളുണ്ട്. പിന്നെ കേരളത്തിൽ ഇനിയൊരു ക്ഷേമ പദ്ധതിയും ഞങ്ങൾ നടപ്പിലാക്കാൻ പാടില്ല, കാരണം 5 ലക്ഷത്തിന്റെ കടമുള്ള സംസ്ഥാനമാണ് കേരളത്തിൽ തിരിച്ചു കാണിച്ച് എളുപ്പം സ്വകാര്യവൽക്കരണത്തിലേക്കും ഭൂമി കച്ചവടത്തിലേക്കും കേരളത്തെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നയമായി ഇതിനെ മാറുന്നു എന്ന ഗുരുതരാവസ്ഥ കാണേണ്ടത്. ഇപ്പോൾ നമ്മൾ തന്നെ ആ വിധത്തിൽ പകർത്താനും പരിശോധിക്കാനും. ഇപ്പോൾ ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി ഈ പിന്നെ ധൃതി പിടിച്ച് അവതരിപ്പിച്ച ധവളപത്രം ഒരു സ്ഥാപന യോഗണ്ടാനായിരുന്നു. ഇവിടെ ഞങ്ങളുടെ ബഡ്ജറ്റ് വരുന്നതിന് മുമ്പ് ഇതാ വരാൻ പോകുന്നു അതിൻ്റെ ചില പ്രഖ്യാപനങ്ങൾ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ പോകുന്ന ബഡ്ജറ്റിന് അനുരോധമായ ഒരു ധവളപത്രം. സാധാരണ എന്ന് പറയും കാലിനൊത്ത് ചെരുപ്പ് മുറിക്കുന്നതിന് പകരം ചെരുപ്പിനൊത്ത് കാലിൽ മുറിക്കും. ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ബഡ്ജറ്റിൽ അവതരിപ്പിക്കേണ്ട സ്വകാര്യവൽക്കരണ ഭൂമി കച്ചവട നയങ്ങൾക്ക് കരുത്തു പകരാൻ വേണ്ടി അതിന് ഒരു 12 ദിവസം മുമ്പ് ഒരു ധവളപത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. കേരള ബുദ്ധിമുട്ടിലാണ്, ഇനി ഇങ്ങനെയൊക്കെ പണം ഉണ്ടാക്കാൻ പറ്റും. ഒരു ക്ഷേമരാഷ്ട്ര സംഘടനത്തിൽ ഗവൺമെന്റിന് ചെയ്യാനൊന്നുമില്ല, എല്ലാം പൊതുമേഖലയിൽ നിന്നും സ്വകാര്യ മേഖലയിലേക്ക് മാറുക എന്ന് പറയുന്ന അപകടകരമായിട്ടുള്ള ഒരു കാര്യം. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഒന്ന് നമ്മൾ കണ്ടു, വളരെ സന്തോഷം ആയി പോകുന്നു. അതല്ല ചെയ്യേണ്ടത്. എല്ലാ ബസ്സുകളിലും അവർ പറഞ്ഞതുപോലെ ഉണ്ടാക്കണം എന്നാണ് അഭിപ്രായമെങ്കിലും ഒന്നിന് പണം മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി 4ന്റെ സ്ഥിതി എന്താണ്? ഉമ്മൻചാണ്ടി ആരോഗ്യ പദ്ധതി കേരളത്തിലെ കണക്കനുസരിച്ച് 94 കോടി റേഷൻ കാർഡുണ്ട്. 94 കോടി റേഷൻ കാർഡിൽ 95 കോടി കുടുംബങ്ങളുണ്ടെന്ന് കരുതുക. 10 കോടി എന്തിനാണ് വെച്ചിട്ടുള്ളത്? 25 ലക്ഷത്തിന്റെ പ്രീമിയം അടയ്ക്കാനാണ്. പ്രീമിയം അടയ്ക്കാനാവില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കുടുംബത്തിന് 10 രൂപ പ്രീമിയം അടയ്ക്കാൻ പറ്റുന്നു. അതിന് 25 ലക്ഷം കിട്ടും. പ്രാഥമികമായി പഠിക്കാനാണ്. അതിന് 10 കോടിയുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു ജില്ലയ്ക്ക് വേണ്ടിയാണ്, അതും മനസ്സിലായി. ഇത് നടപ്പിലാക്കുന്ന എന്താണെന്നോ നടപ്പിലാക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യമോ പറഞ്ഞു. ബാക്കി 3 ഗ്യാരണ്ടികളെ കുറിച്ച് മുന്നേറ്റമേ ഇല്ല. അത് പെൻഷൻ 3000 ആക്കും എന്ന് ഇന്ദിരാ ഗ്യാരണ്ടി, 5 ലക്ഷം രൂപ തൊഴിൽ രഹിതരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ അന്വേഷിക്കാൻ കൊടുക്കും, അല്ല സംരംഭം തുടങ്ങാൻ പലിശരഹിത വായ്പ കൊടുക്കും എന്ന ഗ്യാരണ്ടി, പഠിക്കുന്ന ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ വീതം കൊടുക്കുമെന്ന ഗ്യാരണ്ടി. ഈ 3 ഗ്യാരണ്ടിയെ കുറിച്ച് ഗ്യാരണ്ടി പെട്ടില്ലെങ്കിലും ബഹുമാനപ്പെട്ട ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ആളുകൾക്ക് അന്നം കൂട്ടി കൊടുക്കാനുള്ള ഇന്ദിരാ ക്യാൻറ്റീൻ പ്രഖ്യാപിച്ചു. അതിനെക്കുറിച്ചും ഉണ്ടാക്കില്ല എന്ന് മാത്രമല്ല, കേരളം ലോകത്തിന് മുമ്പിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കപ്പെട്ട ചില മിഷനുകളുണ്ട്. അതിൽ ലൈഫ് എന്ന മിഷൻ, അതിന്റെ സ്ഥിതി എന്തായിരുന്നു? ഇനി ലൈഫിലൂടെ വീട് കൊടുക്കാൻ പോകുന്നുണ്ട് ഒരു പ്രഖ്യാപനം. കേരളത്തിൽ കൊണ്ടുവന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ 2.0 കഴിഞ്ഞ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞാൽ ഞാൻ കേട്ടു, ഒരു ഗവൺമെന്റിന്റെ തുടർച്ചയാണ് മറ്റൊരു ഗവൺമെന്റ്. അങ്ങനെയാണെങ്കിൽ ലൈഫിന് തുടർച്ച ഉണ്ടാകട്ടെ. അങ്ങനെയാണെങ്കിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ 2.0ക്ക് തുടർച്ചയുണ്ടാവട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരംഭിച്ച പദ്ധതികൾക്ക് മാറ്റിവെച്ച സംഖ്യയായിട്ടുള്ള കിഫ്ബിക്ക് തുടർച്ചയുണ്ടാകട്ടെ. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ 12 ലക്ഷം സ്ത്രീകൾ ഇതിനകം അക്കൗണ്ടിലൂടെ 2 ബെഡുവെങ്കിലും മേടിച്ച സ്ത്രീ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള 1000 രൂപ 35-നും 60-നും ഇടയിൽ പ്രായമായ BPL വിഭാഗത്തിൽ പെടുന്ന സ്ത്രീകൾക്ക് കൊടുക്കാനുള്ള പദ്ധതിക്ക് തുടർച്ചയുണ്ടാകും. അങ്ങനെയാണെങ്കിൽ കണക്ട് ടു CM എന്ന പേരിൽ PSC പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് 1000 രൂപ കൊടുത്തതിന് തുടർച്ചയുണ്ടാകും. ഇതിനെക്കുറിച്ചൊന്നും ഒരക്ഷരം ഉണ്ടാതെ PMC നടപ്പിലാക്കാൻ മാത്രം ഒരു ഗവൺമെന്റിന്റെ തുടർച്ചയായതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു എന്ന് പ്രഖ്യാപിക്കുക. ബാക്കിയെല്ലാം സ്വകാര്യവൽക്കരണത്തിന്റെയും കേന്ദ്ര ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്നതിന്റെയും വർഗീയ പ്രീണനത്തിന്റെയും പൊതുരാഷ്ട്രീയം നടത്തുകയാണ്. ലീഗും കോൺഗ്രസും പാർട്ടികൾ എന്ന നിലയിൽ കാര്യത്തിൽ KSUവും MSFും അഭിപ്രായം പറഞ്ഞതിനെ കുറിച്ച് ഇന്ന് ചാനലിന്റെ വാർത്ത രാവിലെ. യഥാർത്ഥത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വമായിട്ടുള്ള കോൺഗ്രസും മുസ്ലിം ലീഗും എന്താണ് PMC നടപ്പിലാക്കുന്നതിനെ കുറിച്ച് തങ്ങളുടെ അഭിപ്രായം എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലെങ്കിലും അഭിപ്രായം പറയാൻ, ഗവൺമെന്റിനെ തിരുത്തണമെങ്കിൽ തിരുത്താൻ ഉള്ള കരുത്തിലേക്ക് പോകണം. സമാന ചിന്താഗതിക്കാരായ മുഴുവൻ മനുഷ്യരെയും കൂട്ടി PMC പദ്ധതിക്കെതിരായിട്ടുള്ള വലിയ മുന്നേറ്റം ഉണ്ടാകും. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, പിന്മാറാൻ പറ്റില്ല എന്ന് പറയാൻ ഒരു സ്റ്റെപ്പും കേരളം മുന്നോട്ട് വെച്ചിട്ടില്ല.
MOU സൈൻ ചെയ്തു. 22 ദിവസത്തിനുള്ളിൽ മരവിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. സ്കൂളുകൾ തെരഞ്ഞെടുക്കുകയോ. തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ നെല്ലങ്കര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മേയർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. കൌൺസിലർ ശ്യാമള മുരളീധരൻ അധ്യക്ഷയായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന ചന്ദ്രൻ താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. കൌൺസിലർ ഗോപാലകൃഷ്ണൻ, സിൻഡോമോൾ സോജൻ എന്നിവർ സംസാരിച്ചു. കൌൺസിലർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, രാഷ്ട്രീയ പ്രതിനിധികൾ, ആശാ വർക്കർമാർ, അങ്കണവാടി ടീച്ചർമാർ എന്നിവരും പങ്കെടുത്തു. ആദ്യമായിട്ടാണ് ഒരു കൗൺസിലർ തന്നത്. ഇതെല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ്. ബാക്കിയുള്ളവർക്ക് കേട്ടാണെന്ന് പറയാം. ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ബൊക്കയും മഞ്ഞാണ് അതൊന്നും പകരം പാവപ്പെട്ട രോഗികൾക്ക് എല്ലാ 3 മാസം കൂടുമ്പോൾ ചെറിയൊരു തുക നമ്മൾ കൊടുക്കുന്നു. അതിന്റെ ഫണ്ടിലേക്ക് ചെറിയ സഹായം കൗൺസിലർ എനിക്ക് തന്നതാണ്. അപ്പോൾ നമ്മൾ അത് അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസം അതിനൊരു കമ്മിറ്റി ഉണ്ട്. കൗൺസിലറിന്റെ കത്തുമായിട്ട് വരുന്ന വ്യക്തികളെ ഞങ്ങൾ കത്ത് സ്വീകരിച്ച് അവരെ അർഹതപ്പെട്ടതാണെന്ന് കൗൺസിലറാണ് തീരുമാനിക്കുക. അതിനുശേഷം എന്താ പറയുക, പരിഗണന കൊടുത്തുകൊണ്ട് കൊടുക്കുന്നതായിരിക്കും. പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ കൗൺസിലർ സിൻഡോമോൾ സോജൻ, സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഈ മുക്കാട്ടുകരയിലെ വേണ്ട പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നൽകുന്നു. നന്ദി, നമസ്കാരം. കുഞ്ഞു കുട്ടികളെ കൊണ്ടുവന്നവർക്കായാലും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ ഇങ്ങനൊരു സംരംഭം കിട്ടിയപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഈ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് എൻ്റെ എല്ലാവരുടെ ആശംസകൾ നേരുന്നു. തൃശൂർ ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂൾ മെറിറ്റ് ഡേ തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. റവറന്റ് ഫാദർ ജോയ്സി തോണിക്കുഴിയിൽ അധ്യക്ഷത വഹിച്ചു. മുഖ്യപ്രഭാഷണം ജില്ലാ കളക്ടർ നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഫാദർ ടോമി ചിറക്കൽ, PTA പ്രസിഡന്റ് PT റോയ് എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ ഡാൻസ് തുടങ്ങിയ പരിപാടികളും നടന്നു. കോർഡിനേറ്റർ TP ഷീബ സ്വാഗതവും SR രാകേഷ് നന്ദിയും അറിയിച്ചു. അധ്യാപകർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എനിക്കിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ള മെയിൻ പ്രോഗ്രാം എന്താണെന്ന് ചോദിച്ചാൽ ഈ 10+2 മാർക്ക് കിട്ടിയ കുട്ടികളെ അനുമോദിക്കുക എന്നുള്ളതാണ്. പല വേദികളിലും അനുമോദനങ്ങൾ നടക്കുന്നുണ്ട്. നല്ലൊരു അംഗീകാരം തന്നെയാണ്. ഞാനും 10th ഇതുപോലെ ഉള്ള റിസൾട്ട് കഴിഞ്ഞിട്ട് പല വേദികളിലും ഇതുപോലെ അനുമോദനങ്ങൾ കിട്ടിയിട്ടുണ്ട്. നാട്ടിൽ കിട്ടിയിട്ടുണ്ട്, സ്കൂളിൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു റോട്ടറി ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ്, വൈസ് മിനിസ്, ഇങ്ങനെ കുറേ അനുമോദനങ്ങൾ. മാത്രം തന്നെയാണ് ഇവിടെ ഈ മാതാപിതാക്കൾ ഇരിക്കുന്നത് എന്ന് എനിക്കറിയാം. നിങ്ങളുടെ മക്കൾ നിങ്ങളെ ഇന്ന് അഭിമാനിക്കാൻ പാകത്തിന് ഇനി വേദിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. മക്കളും അതുപോലെ തന്നെ വളരെ സന്തോഷത്തിലായിരിക്കും എന്നിരിക്കുന്നത്. 10+2 ഉണ്ടോ? 10+2 ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ അച്ഛനമ്മമാരുടെ സൈഡിൽ നിന്നും നല്ലൊരു സപ്പോർട്ട് ഈ വിജയത്തിലെത്താനായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ നല്ലൊരു പ്രഷർ കിട്ടിയിട്ടുണ്ടാവും. എപ്പോഴും ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്ന പ്രഷർ ഉണ്ടായിരിക്കണം.
നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് ഒപ്പം 2026 അസിസ്റ്റന്റ് ജില്ലാ കളക്ടർ പ്രീതി ആർ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ സെന്റ് തോമസ് പള്ളി ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ MS ഫൈസൽ മുഖ്യാതിഥിയായി. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്ക് മുൻപിൽ ഒരുപാട് അവസരങ്ങളുടെ വാതിലുകൾ തുറക്കുന്നുവെന്നും മികച്ച രീതിയിൽ അത് ഉപയോഗപ്പെടുത്തി സമൂഹത്തോടും കുടുംബത്തോടുമുള്ള കാഴ്ചപ്പാടുള്ള വ്യക്തികളായി മാറണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അസിസ്റ്റന്റ് കളക്ടർ ആർ പ്രീതി പറഞ്ഞു. പുത്തൂർ സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ജോജു പരക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് മിനി റജി, സ്റ്റുഡന്റ് ട്രെയിനർ ശ്രീജിൻ മിതാലി, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മിനി ഉണ്ണികൃഷ്ണൻ, TK ശ്രീനിവാസൻ, പ്രിൻസി അക്കരപ്പുറം, അഖിൽ PS, പുത്തൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ CK തിലകൻ, പ്രിയങ്ക സനീഷ്, പഞ്ചായത്ത് അംഗം MM സേതുമാധവൻ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ സിനോയ് സുബ്രഹ്മണ്യൻ, TS മുരളീധരൻ, ജയൻ TG, പഞ്ചായത്ത് സെക്രട്ടറി സജിത TB എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പരിധിയിലെ വിവിധ സ്കൂളുകളെയും കഴിഞ്ഞ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മറ്റ് വിവിധ മത്സര വിജയികളെയും ഉപഹാരം നൽകി ആദരിച്ചു. പുത്തൂർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. Just a program by the panchayat. Actually, our panchayat is very active. I'm happy to see the people, very high energetic and active people. Thank you for that. Coming to the point, actually for the students, we may think that it is one such program of felicitation, but it is not, because getting felicitation in front of our people, in front of our villagers, in front of our village people, it's a great honor, because we may get some awards in some country or in front of some other people, but getting awards or felicitation in front of our own village people or our own village representatives, actually, because parents will see and our neighbors will see, and it definitely give one kind of motivation for us. So it's not just a program, it is a kind of one motivation. Next, you already did your great thing, like you put your all the energy and efforts and consistently worked and you came here till here. But this is just a platform. If you do not work with this consistency in the next 4 to 5 years, you will not get this benefit. Here the doors will open. Whether you will go inside and tap that opportunity will depend on you. സമ്മാനിക്കുകയാണ്. അവാർഡ് ഏറ്റുവാങ്ങുവാൻ പുത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ അവാർഡ് ഏറ്റുവാങ്ങുന്നത് ഇത് കഴിഞ്ഞാൽ SSLC+2 ഫുൾ A+ ലഭിച്ച വിദ്യാർത്ഥികളെയാണ്. +2 ഫുൾ A+ ഗോകുൽ കൃഷ്ണ PS ക്ഷണിക്കുകയാണ്. എത്രയും പെട്ടെന്ന് പ്ലീസ്. ലയൺസ് ക്ലബ് ഓഫ് പുത്തൂരിലെ അതിന്റെ ഭാഗമാകുകയാണ്. സന്തോഷം പങ്കുവയ്ക്കുന്നു. സ്നേഹത്തോടെ സമ്മാനിക്കുകയാണ്. അത് സ്നേഹത്തോടെ നല്ലൊരു കൈകളോടെ പുത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും പുത്തൂർ നിവാസികളെയും നമ്മുടെ ഓരോ വിദ്യാർത്ഥികളെയും ഫൈസൽ സർക്കിൾ ഇൻസ്പെക്ടർ ഫൈസൽ സാറിനുള്ള ഒരു സ്നേഹോദാനം. അയനം സാംസ്കാരിക വേദി വായനാ ദിനത്തിൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ ആര്യമ്പാടം മോഡൽ സായം പ്രഭ ഹോം അംഗങ്ങൾക്കായി പുസ്തകങ്ങൾ നൽകി. സാമൂഹ്യനീതി വകുപ്പ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രായമായവർക്ക് പകൽ പരിചരണ സൌകര്യങ്ങൾ നൽകുന്ന സംരംഭമാണ് സായം പ്രഭ ഹോം പദ്ധതി. മുതിർന്ന പൌരന്മാർക്ക് അവരുടെ പ്രായക്കാരുമായി ഒത്തുകൂടാനും വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടലിന് പരിഹാരവും ആശ്വാസവുമാകും പദ്ധതി. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് പ്രയോജനം ലഭിക്കും. വ്യക്തിപരവും സാമൂഹികവുമായ ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ആശയത്തിലൂന്നി പ്രവർത്തനങ്ങളിൽ പ്രായമായവരെ വ്യാപൃതരാക്കാൻ സായം പ്രഭ കേന്ദ്രങ്ങൾ വിപുലമായ പ്രവർത്തനങ്ങൾ ഒരുക്കുന്നു. ഓരോ സായം പ്രഭ ഹോമുകളിൽ നിന്ന് കുറഞ്ഞത് 20 ഗുണഭോക്താക്കൾക്കെങ്കിലും സേവനങ്ങൾ നൽകാൻ കഴിയും. അയനം സാംസ്കാരിക വേദിക്ക് വേണ്ടി കോർഡിനേറ്റർ അഡ്വക്കേറ്റ് MR മൗനീഷ്, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ KR പ്രദീപിന് പുസ്തകങ്ങൾ നൽകി. സായം പ്രഭ മാനേജർ ഫെസിലിറ്റേറ്റർ മാർഷൽ C രാധാകൃഷ്ണൻ, അയനം വൈസ് ചെയർമാൻ സുബീഷ് തെക്കൂട്ട്, ജോയിന്റ് കൺവീനർ US ശ്രീശോഭ്, സാമൂഹ്യനീതി വകുപ്പ് സീനിയർ സൂപ്രണ്ട് സിനോ സേവി, ഹെഡ് അക്കൌണ്ടന്റ് SJ കിഷോർ, ശാലിനി പടിയത്ത് എന്നിവർ പങ്കെടുത്തു.
വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ആര്യമ്പാടത്ത് പ്രവർത്തിക്കുന്ന മോഡൽ സായം പ്രഭ ഹോമിൽ വായനാ ദിനം ആചരിച്ചു. ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ മുതിർന്ന അംഗങ്ങൾ വായിച്ചു, കവിതകൾ ചൊല്ലി. സായം പ്രഭ ഫെസിലിറ്റേറ്റർ മാനേജർ മാർഷൽ സി രാധാകൃഷ്ണൻ ജീവിതത്തിൽ വായനാശീലത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. മുതിർന്നവർ അവരുടെ ചെറുപ്പകാല വായനാനുഭവങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, ഇന്നത്തെ മാറ്റങ്ങളെക്കുറിച്ചും സംസാരിച്ചു. കെയർ ഗിവർ ബീന ബാബു, സുബ്രഹ്മണ്യൻ, തങ്ക, കാർത്തിയേനി, തേവൻ, വിജയൻ എന്നിവർ സംസാരിച്ചു. സ്നേഹാലയത്തിലെ അന്തേവാസികൾക്കൊപ്പം ഒരു ദിനം പങ്കുവച്ച് കൂട്ടുകെട്ട് സൗഹൃദ കൂട്ടായ്മ. ജൂൺ 20 അഭയാർത്ഥി ദിനത്തോടനുബന്ധിച്ചാണ് പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2009-2010 ബാച്ചിലെ കൂട്ടുകെട്ട് സൗഹൃദ കൂട്ടായ്മയിലെ അംഗങ്ങൾ എടപ്പലം സ്നേഹാലയം റിഹാബിലിറ്റേഷൻ സെന്ററിലെ അന്തേവാസികൾക്കൊപ്പം ഒരു ദിനം ചിലവിട്ടത്. കളിച്ചും ചിരിച്ചും പാട്ടുപാടിയും ഡാൻസ് കളിച്ചും കൂട്ടുകെട്ട് അംഗങ്ങൾ സ്നേഹാലയത്തിലെ സഹോദരങ്ങൾക്കൊപ്പം ഒരു ദിനം ചിലവഴിച്ചു. ഉച്ചഭക്ഷണവും ഇവർക്കൊപ്പം കഴിച്ചു. പട്ടിക്കാട് ഫൊറൂന പള്ളി വികാരി തോമസ് വടക്കൂട്ട്, സ്നേഹാലയം ബ്രദർ പോളി, കൂട്ടായ്മ അംഗങ്ങളായ ജോമോൻ ജോണി, ബൈജു കൃഷ്ണ, സ്റ്റീഫൻ PS, അലിയ KM എന്നിവർ ആശംസകൾ അറിയിച്ചു. ഇവരുടെ സമയത്തിലൂടെ വന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു, ആശംസകൾ നേരുന്നു. ഇനിയുള്ള കൂട്ടായ്മകളെ വളരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനിയുള്ള സൗഹൃദങ്ങളും കൂട്ടായ്മകളും വളർന്ന് സ്വന്തമായിട്ടുള്ള ഇടമായി തീരുവാൻ, നമ്മുടെ ഭൂമി അങ്ങനെ തീരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിന് പ്രവർത്തനവരെയും അഭിനന്ദിക്കുകയും പ്രത്യേകം ആശംസിക്കുന്നു. ഭാഗമാണ് ഞാൻ കാണുക. കാരണം ഇപ്രകാരം ഉള്ള ഹൗസുകളെന്ന് അവരോടുകൂടി ഭക്ഷണം കഴിക്കാനായിട്ട് അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുൻകൈയെടുത്തത് വളരെ അഭിനന്ദനാർഹമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം എല്ലാവിധ ആശംസകൾ നേരെയാണ്. നമുക്ക് 2010 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലും, പല സ്ഥലങ്ങളിലും, പല ജോലികളിലൊക്കെ ആയിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ സ്ഥലങ്ങളിലും മക്കൾക്കും വിവാഹം കഴിക്കാത്തവരുണ്ട്, കഴിച്ചവരുണ്ട്, മക്കളുള്ളവരുണ്ട്, മക്കളില്ലാത്ത എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള ഭാവങ്ങളും നേരുകയാണ്. ഹലോ, സ്റ്റീഫൻ നമ്മുടെ പള്ളിയിലാണ്, എനിക്കറിയാം. അപ്പോൾ അങ്ങനെ 2 വാക്ക് ആശംസ പറയാനുള്ളത്. സ്റ്റീഫൻ പ്രത്യേകമായിട്ട് സ്റ്റീഫൻ്റെ പോലെ ആയിരിക്കും നിങ്ങളെല്ലാവരും ഞാൻ വിചാരിക്കുക. ആണോ? ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി.
വാർത്തകൾ തുടരുന്നു. ചേലക്കോട്ടുകര മാർ തിമോത്തിയോസ് ഹൈസ്കൂളിൽ വായനാ ദിനാഘോഷവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും വിപുലമായ പരിപാടികളോടെ നടന്നു. PN പണിക്കർ അനുസ്മരണ ദിനമായ ജൂൺ 19 രാവിലെ ആരംഭിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം തൃശൂർ മുൻ DEO നാരായണ ടീച്ചർ നിർവഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ഡെന്നി മാത്യു സ്വാഗതം ആശംസിച്ചു. കാൽഡീൻ സിറിയൻ ചർച്ച് സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജർ സിസ്റ്റർ OU ജിൻസി അധ്യക്ഷത വഹിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ N ജൂലി ജോസ് വായനാ ദിനപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. PTA വൈസ് പ്രസിഡന്റ് ബിജു, എക്സിക്യൂട്ടീവ് അംഗം സുമേഷ്, മാർ തിമോത്തിയോസ് ഹൈസ്കൂൾ സീനിയർ അസിസ്റ്റന്റ് സിന്ധു സി ലാസർ എന്നിവർ ആശംസകൾ അറിയിച്ചു. മലയാളം അധ്യാപിക നവമി പ്രദീപ് കവിത ആലപിച്ചു. സ്റ്റാഫ് സെക്രട്ടറി വിദ്യാശങ്കർ നന്ദി അറിയിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ലൈബ്രറി പുസ്തക വിതരണവും നടന്നു. നടത്തറ മുതൽ ഇരവിമംഗലം വരെയുള്ള ഇറിഗേഷൻ കനാലിന്റെ പ്രദേശം വൃത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് നടത്തറ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജിത് ചാക്കോയുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ AEക്ക് നിവേദനം നൽകി. നടത്തറ മുതൽ ഇരവിമംഗലം വരെയുള്ള ഇറിഗേഷൻ കനാലിന്റെ പ്രദേശം കാടും പടലവും നിറഞ്ഞ് ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുന്നത് മൂലം പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടാണ്. കനാൽ വൃത്തിയാക്കിയ ശേഷം കൂട്ടിയിട്ട വേസ്റ്റ്, മണ്ണടക്കം ഈ പ്രദേശത്ത് നിന്ന് മാറ്റിക്കൊണ്ടു പോകണമെന്ന് ജിത് ചാക്കോ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് മെമ്പർമാരായ ജോയ്സൺ ആച്ചാണ്ടി, VA കൃഷ്ണൻ, ഷെർലി മോഹൻ, ഗിരിജ മധു പൊതുവാൾ, സന്ധ്യ ശിവദാസ്, വിജേഷ്, സാബു സൌമ്യ എന്നിവരും ഉണ്ടായിരുന്നു. വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കം. ജൂൺ 20 മുതൽ 27 വരെ നടത്തുന്ന ഞാറ്റുവേല ചന്ത ഓട്ടുപാറ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ്. വടക്കാഞ്ചേരി MLA സേവർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് NK പ്രമോദ് കുമാർ അധ്യക്ഷനായി. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീല മോഹനൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KP മദനൻ, കൌൺസിലർ MH ഷാനവാസ്, കൃഷി ഓഫീസർ ദിബിൻ MN, സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ സ്മൃതി സത്യൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് CV പൌലോസ് സ്വാഗതവും സെക്രട്ടറി രമ്യ OB നന്ദിയും അറിയിച്ചു. ആദ്യ വിൽപ്പന കുട്ടിമാളുവിന് നൽകി സേവർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. ബാങ്ക് ഡയറക്ടർമാരായ KR ബാലകൃഷ്ണൻ, MP ജയലത, സുഭാഷ് പുഴയ്ക്കൽ, മാഗി സൈമൺ, V അശോകൻ, അഹമ്മദ് സിജത്ത്, സിജി ഫ്രാൻസിസ്, സുനിൽ കുന്നത്തേരി എന്നിവർ പങ്കെടുത്തു. വൈവിധ്യമാർന്ന കായ്ഫലങ്ങളുടെയും പച്ചക്കറികളുടെയും തൈകളും വിത്തിനങ്ങളും ലഭ്യമാക്കുന്ന ഞാറ്റുവേല ചന്ത ജൂൺ 27 വരെ നടക്കും. പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഈ കാലയളവിൽ ബാങ്കിൻ്റെ മുന്നേറ്റത്തിന് ഇപ്പോൾ നമുക്കറിയാം വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഓട്ടുപാറയിൽ അതിൻ്റെ നീതി മെഡിക്കൽ സ്റ്റോറും വളരെ നല്ല രീതിയിൽ ജനോപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഒരു സഹകരണ സ്ഥാപനം എങ്ങനെയാണ് ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളിൽ ഒരാളായി പ്രവർത്തിക്കേണ്ടത് എന്നതിൻ്റെ ഉത്തമോദാഹരണമായി പ്രവർത്തിക്കുന്ന വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഈ ഞാറ്റുവേല ചന്ത ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. മതിക്കുന്ന് GJB സ്കൂളിൽ സംഘടിപ്പിച്ച വായനാ ദിനം യുവസാഹിത്യകാരൻ സുധീഷ് കള്ളായി ഉദ്ഘാടനം ചെയ്തു. വായനാ ദിനാചരണം സ്കൂളിൽ വെച്ച് നടന്നത് വേറിട്ട അവതരണത്തിലൂടെ ശ്രദ്ധേയമായി. വായനയുമായി ബന്ധപ്പെട്ടും പ്രകൃതിയുടെ സ്വഭാവവും പാമ്പുകളെ അറിയുക എന്ന സന്ദേശവും കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന തരത്തിലുള്ള കഥ വിദ്യാർത്ഥികളെ തന്നെ കഥാപാത്രങ്ങളാക്കി നാടകരൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് സുധീഷ് കള്ളായി ഉദ്ഘാടനം നിർവഹിച്ചു. അമ്മ വായന പദ്ധതിയുടെ ഉദ്ഘാടനം അധ്യക്ഷയും PTA പ്രസിഡന്റുമായ വിഷ്ണുപ്രിയ നിർവഹിച്ചു. പ്രധാന അധ്യാപിക ചുമതലയുള്ള സൗമ്യ ടീച്ചർ സ്വാഗതം ആശംസിച്ചു. നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. ടീച്ചർമാരായ സൗമ്യ, രാഖി, മേരി, ലേഖ, ഗ്രിഫ്ന, ആതിര എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തം കൊണ്ടും ആവേശകരമായ പ്രതികരണം കൊണ്ടും പരിപാടി കൂടുതൽ മികവുറ്റതായി. വായനയുടെ പ്രാധാന്യം പുതിയ തലമുറയിലേക്ക് എത്തിക്കാനും അനുഭവ പരിചയത്തിലൂടെയും കലാപരമായ അവതരണത്തിലൂടെയും കുട്ടികളിലേക്ക് അടുപ്പിക്കാനുമായിരുന്നു പരിപാടിയുടെ പ്രധാന ആകർഷണം. ജൂൺ 18 നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ 85ാം ചരമദിനത്തോടനുബന്ധിച്ച് PKSന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിലെ മുഴുവൻ യൂണിറ്റ് ലോക്കൽ ഏരിയ കേന്ദ്രങ്ങളിലും പുഷ്പാർച്ചന നടത്തുകയും പതാക ഉയർത്തുകയും ചെയ്തു. ജില്ലാ കേന്ദ്രത്തിൽ സെക്രട്ടറി KV രാജേഷും പ്രസിഡന്റ് ഡോക്ടർ MK സുദർശനനും മണ്ണുത്തിയിലും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PK ശിവരാമൻ കൊടകരയിലും KA വിശ്വംഭരൻ നാട്ടിക, KV ഉണ്ണികൃഷ്ണൻ വെള്ളാങ്കല്ലൂർ, C ഗോപദാസ് ചേലക്കരയിലും പതാക ഉയർത്തി. ജില്ലാ കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ KE സഹദേവൻ അധ്യക്ഷനായി. PA ലജുക്കുട്ടൻ, PS നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു. മറ്റൊരിടവേള.
3000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. കുട്ടികൾക്കും യുവാക്കൾക്കും വിൽക്കാൻ സൂക്ഷിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി പിടിയിലായ എറിയാട് സ്വദേശി റിമാൻഡിലായി. കൊടുങ്ങല്ലൂർ പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. എറിയാട് അത്താണി സ്വദേശി വടക്കേ വീട്ടിൽ അബ്ദുൾ ഹക്കീമാണ് അറസ്റ്റിലായത്. പ്രതിക്കെതിരെ NDPS നിയമത്തിന് പുറമെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് കൂടി ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ലഹരി ഉൽപ്പന്നങ്ങൾ വ്യാപകമായി വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് നിരീക്ഷണം. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായാണ് ഇയാൾ പിടിയിലായത്. കൊടുങ്ങല്ലൂർ സ്റ്റേഷൻ SI ഷാജു OG, അറാഫത്ത്, GSCPO ഷമീർ, CPOമാരായ അമൽദേവ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ, നഴ്സിനെയും അസഭ്യം പറഞ്ഞ് ആശുപത്രി ഉപകരണങ്ങൾ തല്ലിത്തകർത്ത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ 2 പേരെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ആളൂർ സ്വദേശി അരിക്കാട്ട് വീട്ടിൽ ഡെൽവിൻ, വൈമേലി സ്വദേശി സുജിത് എന്നിവരെയാണ് ആളൂർ പോലീസ് സംഭവസ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്തത്. തങ്ങളെ ആദ്യം ചികിത്സിച്ചില്ലെന്ന് ആരോപിച്ചാണ് പ്രതികൾ നഴ്സിനോട് തട്ടിക്കയറിയത്. ബഹളം കെട്ടെത്തിയ ഡ്യൂട്ടി ഡോക്ടർ പ്രതികളോട് ഡ്രസ്സിംഗ് റൂമിലേക്ക് വരാൻ ആവശ്യപ്പെട്ടപ്പോൾ ഡോക്ടർക്ക് നേരെ തിരിഞ്ഞ് അസഭ്യം പറഞ്ഞു. അക്രമാസക്തരായ പ്രതികൾ കസേരകൾ മറിച്ചിട്ടു, മരുന്നുകളും ആശുപത്രി ഉപകരണങ്ങളും തട്ടിമറിച്ചിട്ടു. ഇവരുടെ അനുവാദമില്ലാതെ മൊബൈൽ ഫോണിൽ മറ്റുള്ളവരുടെ ചിത്രങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തു. ആശുപത്രി അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ആളൂർ പോലീസ് സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. ആളൂർ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചുവരുന്നു. ഡെൽവിൻ ആളൂർ, അരൂർ, കോട്ടയം റെയിൽവേ സ്റ്റേഷൻ പോലീസ് പരിധിയിൽ പോക്സോ കേസിലും പ്രതിയാണ്. മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന വിധത്തിൽ പൊതുവഴിയിൽ വാഹനം ഓടിച്ച 4 കേസിലടക്കം 10ഓളം ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ആളൂർ പോലീസ് സ്റ്റേഷൻ SHO V ഹരിക്കുട്ടനും സംഘവുമാണ് പ്രതികളെ പിടികൂടിയ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. തൃശൂർ അതിരൂപതയിലെ വൈദികരും മുക്കാട്ടുകരയിലെ മുൻ വികാരിയും മറ്റം ഇടവകാംഗവുമായ റവറന്റ് ഫാദർ ജോളി ചിറമൽ അന്തരിച്ചു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ്. പാണഞ്ചേരി കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി യാക്കോബ് പയ്യപ്പിള്ളിയുടെ മാതാവും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന വർഗീസിന്റെ ഭർത്തൃമാതാവുമായ PC പയ്യപ്പിള്ളി പരേതനായ ദേവസി ഭാര്യ ത്രേസ്യ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് പീച്ചി ലൂർദുമാത പള്ളി സെമിത്തേരിയിൽ. ജേക്കബ്, ജോസ്, റപ്പായി, വർഗീസ്, വിൻസെന്റ്, തോമസ്, ആൻസി, മേരി, പരേതനായ പൌലോസ് എന്നിവർ മക്കളും, ഡെയ്സി ജേക്കബ്, ആനി ജോസ്, മേഴ്സി റപ്പായി, സീന വർഗീസ്, ഷൈബി വിൻസെന്റ്, രശ്മി തോമസ്, ലോനക്കുട്ടി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കുന്ന PM ശ്രീ പദ്ധതിയെയും ബഡ്ജറ്റിലെ ജനവിരുദ്ധ നയങ്ങളെയും CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയുമായ K രാജൻ MLA വിശദീകരിച്ചു. തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ നെല്ലങ്കര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തൃശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. തൃശൂർ ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂൾ മെറിറ്റ് ഡേ തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് ഒപ്പം 2026 അസിസ്റ്റന്റ് ജില്ലാ കളക്ടർ പ്രീതി R ഉദ്ഘാടനം ചെയ്തു.
അയരം സാംസ്കാരിക വേദി വായനാ ദിനത്തിൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ ആര്യമ്പാടം മോഡൽ സായം പ്രഭ ഹോം അംഗങ്ങൾക്കായി പുസ്തകങ്ങൾ നൽകി. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.